ഞാൻ ഇന്നോട് കാണിക്കുന്നത് എൻ്റെ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആട്ടോ. കുറേ പേര് ഇൻബോക്സിലും കമൻറ്റിലും ഒക്കെ ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കാണിക്കുന്നത് സ്റ്റാൻഡ് മിക്സറിലാണ്, ഹാൻഡ് ബീറ്റർ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 കപ്പ് മൈദ കേട്ടോ. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് കേട്ടോ. 2 കപ്പ് മൈദ, പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുകൂടി ഇട്ടതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടെ ഒരു ബലൂൺ വിസ്ക് വെച്ചാട്ടോ മിക്സ് ചെയ്യുന്നത്, സീവ് ചെയ്തെടുക്കാറില്ല. പിന്നെ ഇതിൻ്റെ ബൗൾ എടുത്തിട്ട് 8 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. 2 കിലോൻ്റെ ബാറ്ററാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് 8 മുട്ടയാണ് എടുക്കുന്നത്. 8 മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. 2 അടപ്പാട്ടോ ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. എനിക്ക് അതിൻ്റെ ഒരു ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്ന കേട്ടോ. ഇതിനകത്തേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്ററിട്ട് വെക്കുകയാണ് ബീറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ ബീറ്റർ ആമിയോൻ്റെ ബീറ്ററാണ്. 5 ലിറ്ററാണ് എൻ്റെ കപ്പാസിറ്റിയുടെ. പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. നല്ലൊരു ബീറ്ററാണ്. 2-3 കൊല്ലം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെ യൂസ്ഫുള്ളായ ബീറ്ററാണിത്. ഇതിനകത്ത് ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാനിത് ഓഫ് ചെയ്യും കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ബ്ലേഡ് ഞാൻ മാറ്റി ഈ ടൈപ്പ് ഇടും. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിക്കും കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മതി നമുക്ക് 1 kgക്ക്. ഇതിന് 2 kg ഉള്ളതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഇത് 1-ലിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പയ്യെ മൈദ ഇട്ട് കൊടുക്കും. മൈദ ഇട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇതുപോലെ മൈദ ഇടുക, പാലൊഴിക്കുക. ഇതൊരു 4 വട്ടം ഞാൻ ഒഴിക്കുന്നുണ്ട്. അതായത് 2 kgക്ക് 4 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 1 kgക്ക് 2 ടേബിൾ സ്പൂൺ പാൽ. നമുക്ക് ഇച്ചിരി ഇത് ടൈറ്റ് തോന്നുവാണ്, ബാറ്ററിന് തോന്നുവാണെങ്കിൽ നമുക്ക് പാൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ മോൾഡിട്ട് മാറ്റുകയാണ്. ഈ ടൈപ്പ് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടുക കേട്ടോ. പിന്നെ എൻ്റെ ഓവൻ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് 230 ടെമ്പറേച്ചർ കാണിക്കണം. 180 വെച്ചാൽ മതി കേട്ടോ. വീഡിയോ യൂസ്ഫുള്ളായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, ടാറ്റാ.